ലോകോത്തര റൈസിംഗ് സർക്യൂട്ടായ റെയിൻ ഫോറസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ അതുൽ തോമസ്. ഇന്ത്യ ഒട്ടാകെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് അതുൽ തോമസ് ഒന്നാമതെത്തിയത്. നിരവധി ചാമ്പ്യൻഷിപ്പുകളിൽ ട്രോഫി കരസ്ഥമാക്കിയ അതുലിന്റെ പുതിയ നേട്ടത്തിനൊപ്പം അഭിമാനം കൊള്ളുകയാണ് ഓരോ കോതമംഗലംകാരും. റേസിംഗ് ചാമ്പ്യൻഷിപ്പുകൾ വിജയിച്ച ട്രോഫികൾ വീട്ടിലെത്തിക്കുന്നത് അതുൽ തോമസിന് ഒരു ഹോബിയാണെന്ന് കോതമംഗലം നിവാസികൾക്കെല്ലാം അറിയാം. കേരളത്തിലാകമാനമുള്ള റേസിംഗ് പ്രേമികൾക്കും ഇക്കാര്യത്തിൽ ബോധ്യമുണ്ട്. ഇക്കാര്യം പരിഗണിക്കുമ്പോൾ അതുലിന്റെ ട്രോഫി ശേഖരത്തിലേക്ക് പുതുതായി വീണ്ടും ട്രോഫികൾ എത്തുകയാണ്. ഗോവയിൽ നടന്ന 12ാമത് റെയിൻ ഫോറസ്റ്റ് ചലഞ്ചിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് അതുൽ തോമസും കോ ഡ്രൈവർ എറണാകുളം സ്വദേശി ബിനിൽ ബാബുവും. ലോകത്തെ ഏറ്റവും കാഠിന്യമേറിയ ആദ്യത്തെ 10 ഓഫ് റോഡ് റേസ് ചാമ്പ്യൻഷിപ്പുകളിൽ ഒന്നായ റെയിൻ ഫോറസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായത് കോതമംഗലംകാരനാണെന്ന വാർത്തയിൽ അഭിമാനം കൊള്ളുകയാണ് നാട്ടിലെ റേസിംഗ് പ്രേമികൾ. 14 ട്രാക്കുകളാണ് ഒരാഴ്ച നീണ്ടുനിന്ന മത്സരങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയൊട്ടാകെയുള്ള മത്സരാർത്ഥികളും അണിനിരന്നു. തന്റെ KL2 രജിസ്ട്രേഷൻ മാരുതി ജിംനിയുമായി എത്തിയ അതുൽ നേടിയത് 1247 പോയിന്റുകളാണ്. മത്സരത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് അതുൽ ഇങ്ങനെ വ്യക്തമാക്കി. റേസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്കില്ല് നമ്മുടെ കാലുകൊടുക്കുന്ന ത്രോട്ടിൽ റെസ്പോൺസ് കാര്യങ്ങളെല്ലാം ഏത് സിറ്റുവേഷൻ എങ്ങനെ കവർ ചെയ്യാം അതെല്ലാം വെച്ചാണ് നമുക്ക് അതിൻ്റെ പോയിന്റ് സിസ്റ്റത്തിലേക്ക് കയറി വരുന്നത്. കാരണം നമ്മൾ ഈ എല്ലാ ക്രൈറ്റീരിയ ഒന്നിച്ചു കൂടിയാൽ മാത്രമാണ് നമുക്ക് ടൈം അത്രേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റുള്ളൂ. കോ ഡ്രൈവർ ബിനിൽ ബാബുവിനും ഉണ്ടായിരുന്നു ഏറെ വെല്ലുവിളികൾ. മാനുവൽ ഹിഞ്ച് ഫിക്സിംഗ് അടക്കം കോ ഡ്രൈവറുടെ മികവ് മത്സരത്തിൽ പരിശോധിച്ചു. കോ ഡ്രൈവറിന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം നാവിഗേറ്റ് ചെയ്ത് തരുക. നമുക്കിപ്പോ ഗൂഗിൾ മാപ്പ് ഓൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് പോണ വഴി എങ്ങോട്ടാ കാര്യങ്ങൾ എല്ലാ രീതി കാണിക്കുന്നതാണ്. കോ ഡ്രൈവർ ഓരോ ഒബ്സ്റ്റിക്കിൾ നമ്മൾ ഒരു ട്രാക്കിൽ പോകാൻ നേരത്ത് ഇന്ന സ്ഥലത്ത് ഒരു പെനാൾട്ടി ഉണ്ട്. ആ പെനാൾട്ടി അവൻ അഡ്വാൻസ് വിളിച്ചുകൊണ്ടിരിക്കും. അഡ്വാൻസ് എന്ന് വെച്ചാൽ ഇപ്പഴ ഇരുന്ന കോള് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ആ പെനാൾട്ടി എത്തുമ്പോഴേക്കും അവൻ നമ്മളെ റിമൈൻഡ് ചെയ്യും. പിന്നെ അതേ കണക്ക് ഓഫ് റോഡിങ്ങിനെ സംബന്ധിച്ച് കോ ഡ്രൈവർക്ക് പല ചെയ്യേണ്ട കാര്യങ്ങൾ വരും. ഇപ്പൊ ചില സ്ഥലത്ത് ലാഡർ ഇട്ടാലാണ് നമുക്ക് വണ്ടി കയറുള്ളൂ. പിന്നെ ഈ തവണത്തെ സ്റ്റേജിന്റെ തോരണം മാനുവൽ വിഞ്ചിങ് ഉണ്ടായിരുന്നു. മാനുവൽ വിഞ്ചിങ് കോ ഡ്രൈവറാണ് മാനുവൽ വിഞ്ച് ചെയ്യേണ്ടത്. കോ ഡ്രൈവറിന്റെ കേപ്പബിലിറ്റി അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ശരി, റെയിൻ ഫോറസ്റ്റ് ചാലഞ്ചിലേക്ക് ആദ്യമെത്തുന്ന മലയാളി എന്ന നേട്ടവും കോതമംഗലംകാരനായ അതുൽ സ്വന്തമാക്കി. മുൻപ് 2ാം സ്ഥാനത്ത് വരെ മലയാളികൾ എത്തിയിരുന്നു. ട്രോഫികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുൽ തോമസിന്റെ വീട്ടിലെ സ്വീകരണ മുറി. മലയൻകീഴിലുള്ള അതുലിന്റെ വീട്ടിൽ ഇനി ട്രോഫികൾ വെക്കാൻ പുതുതായി ഇടം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ദേശീയതല മത്സരങ്ങൾ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ അന്തർദേശീയ മത്സരങ്ങൾ എന്ന ലക്ഷ്യത്തിലേക്ക് ഫുൾ ത്രോട്ടിൽ നൽകുകയാണ് അതുൽ തോമസ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.